ഹായ് എവരി വൺ, മഞ്ചേഷ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സെൽഫി വീഡിയോ ആണ്. ഇത് പറയാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം. നമുക്ക് ഈ വീഡിയോ എടുത്തു തരാനും പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ഫോണൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള പരിമിതി വെച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെൻറ്റൻസ് എന്താണെന്നും വാട്ട് ആർ ദ 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ 4 ടൈപ്സ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, വിവരിക്കാൻ വേണ്ടി പറ്റിയില്ല. ഒരുപാട് ടൈം എടുത്തു. അപ്പോൾ വീഡിയോ ചെയ്യാനുള്ള സ്ഥലങ്ങളില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആരും എടുത്തു തരാനില്ല, ആയതുകൊണ്ട് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വിവരിച്ച് തരാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ, ഈ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സെൻറ്റൻസുകൾ 4 തരത്തിലുണ്ട്. അപ്പോൾ അതാണ് എഴുതിയിട്ടുള്ളത് 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്നാണ്. അതിൽ ഒന്നാമത്തെ സെൻറ്റൻസ് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്നാണ്. അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്. അപ്പോൾ അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് സിംപ്ലി മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ്താവനയെ സൂചിപ്പിക്കുക. പ്രസ്താവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എഴുതുന്ന സെൻറ്റൻസുകൾ എങ്ങനെയാണ്, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു വലിയക്ഷരത്തിൽ തുടങ്ങിയിട്ട് ഇറ്റ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. എവിടെ അവസാനിക്കുന്നു? ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്നുള്ളത്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, മലയാളം ഈസ് അവർ മദർ ടങ് എന്ന് പറയുന്നുണ്ട്. അതിൽ മലയാളത്തിൻ്റെ എം എന്നുള്ളത് ക്യാപിറ്റലിൽ തുടങ്ങിയിട്ട് മദർ ടങ്ങിൻ്റെ അവസാനം ഒരു ഫുൾ സ്റ്റോപ്പിൽ എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സെൻറ്റൻസിൽ വിളിക്കുന്ന പേരാണ് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്നുള്ളത്. രണ്ടാമത്തത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. എന്താണ് ഇൻ്ററോഗേറ്റീവ്? അപ്പോൾ അതിൽ പറയുന്നത് ഇറ്റ് സിംപ്ലി മേക്സ് എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇൻട്രോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം എന്നർത്ഥത്തിലാണ് വരിക, ചോദ്യം ചോദിക്കുക എന്നർത്ഥത്തിലാണ് വരിക. അപ്പോൾ നമ്മളിവിടെ പറയുന്നത്, നേരത്തെ പഠിച്ചത് നമ്മൾ പ്രസ്താവനയാണെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നത് എന്താണ്, ചോദ്യവാചകമാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻട്രോഗേറ്റീവ് എന്ന് വിളിക്കുക. അപ്പോൾ അതിലെന്താ പറയുന്നത്, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. അത് ക്യാപിറ്റൽ തുടങ്ങിയിട്ട് എവിടെ അവസാനിക്കുന്നു, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. ക്യാപിറ്റൽ തുടങ്ങിയിട്ട് ക്വസ്റ്റ്യൻ മാർക്കിലാണ് എന്ത് ചെയ്യുന്നത്, അത് അവസാനിക്കുന്നത്. ഉദാഹരണം നോക്കൂ, വേർ ആർ യു ഗോയിങ്. അതിൽ വേറിൻ്റെ W ക്യാപിറ്റൽ ലെറ്ററാണ്, ഗോയിങ്ങിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുന്നു. പിന്നെ അതുപോലെ എസ് പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഡു യു ഹാവ് എനി പ്രോബ്ലം. ഡു എന്ന് പറഞ്ഞ ഓക്സിലറി വെർബിൻ്റെ D എന്താണ്, ക്യാപിറ്റൽ ലെറ്ററാണ്. പ്രോബ്ലത്തിൻ്റെ അവസാനം നമ്മൾ എന്ത് ചേർക്കുന്നു, ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുന്നു. അതാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യവാചകം എന്നുള്ളത്. ഓക്കെ, അടുത്തതാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ഇത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എക്സ്പ്രസ്സസ് കമാൻഡ് ഓർ റിക്വസ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആജ്ഞാപിക്കുക അല്ലെങ്കിൽ അപേക്ഷിക്കുക എന്നതുമായി ബന്ധപ്പെട്ട സെൻറ്റൻസുകൾ വിളിക്കുന്ന പേരാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ശ്രദ്ധിക്കുക, ഇറ്റ് എക്സ്പ്രസ്സസ് കമാൻഡ് ഓർ റിക്വസ്റ്റ്, ആജ്ഞാപിക്കുക അല്ലെങ്കിൽ അപേക്ഷിക്കുക. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ, ഗെറ്റ് ഔട്ട് ഫ്രം ദി ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആജ്ഞാപിക്കലാണ്. പ്ലീസ് ഗീവ് മീ സം വാട്ടർ, അത് അപേക്ഷിക്കലാണ്. അങ്ങനെയുള്ള സെൻറ്റൻസുകൾ വിളിക്കുന്ന പേരാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസസ്. ഇറ്റ് എക്സ്പ്രസ്സസ് കമാൻഡ് ഓർ റിക്വസ്റ്റ്, ആജ്ഞാപിക്കുക അല്ലെങ്കിൽ അപേക്ഷിക്കുക. ഓക്കെ, അവസാനമായിട്ട് ഉപയോഗിക്കുന്നതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അത് നമുക്കറിയാം, എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന തീവ്രമായ വികാരത്തെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ ഇറ്റ് എക്സ്പ്രസ്സസ് സഡൻ സ്ട്രോങ് ഫീലിങ്സ് എന്നാണ്. എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന തീവ്രമായ വികാരത്തെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്നത് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഇറ്റ് എൻഡ്സ് വിത്ത് എക്സ്ക്ലമേറ്ററി സൈൻ. അതിൻ്റെ അവസാനം നമ്മൾ ഒരു എക്സ്ക്ലമേറ്ററി സൈൻ ഉപയോഗിക്കുന്നു. ഉദാഹരണം നോക്കിക്കോളൂ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ ഷീ ഈസ്. ആ ഷീ ഈസിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്ക്ലമേറ്ററി സൈന് ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തെന്താണ്, ഓ വാട്ട് എ പെയിൻ. ഓടെ അവസാനം നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ എക്സ്ക്ലമേറ്ററി സൈൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഇറ്റ് എക്സ്പ്രസ്സസ് സഡൻ സ്ട്രോങ് ഫീലിങ്സ്, പെട്ടെന്നുണ്ടാകുന്ന തീവ്രമായ വികാരത്തെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസിൽ വിളിക്കുന്ന പേരാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. കാരണം ഞാൻ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ആരും വീഡിയോ എടുത്ത് തരാനില്ലാത്ത കാരണം എന്ന് വെച്ചാൽ ആരും നാട്ടിലില്ല, ഫ്രണ്ട്സുകളൊന്നും നാട്ടിലില്ലാത്ത കാരണം, പിന്നെ നല്ലൊരു നല്ലൊരു വേറെ ക്ലിയറുള്ള ഫോണും ഇല്ല കയ്യിൽ. അപ്പോൾ ആയതുകൊണ്ട് എൻ്റെ പരിമിതിക്കുള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്നും കൂടി പറയുകയാണ്, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.